ജൂൺ 5-നാണ് മലപ്പുറം വേങ്ങരയിൽ താമസിക്കുന്ന മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിലെത്തി 39 വർഷങ്ങൾക്ക് മുൻപ് താനൊരു കൊലപാതകം ചെയ്തുവെന്ന കുറ്റസമ്മതം നടത്തുന്നത്. 1986 നവംബറിൽ കോഴിക്കോട് കൂടരഞ്ഞിയിലെ മിഷൻ ആശുപത്രിക്ക് പിൻവശത്തെ തോട്ടിൽ 14 വയസ്സുള്ള തന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചയാളെ ചവിട്ടി വീഴ്ത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വർഷങ്ങൾക്ക് മുൻപ് 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തിയിരുന്നതായി അറിഞ്ഞു. എന്നാൽ അന്നും ഇന്നും മരിച്ചതാര് എന്നതിലെ അവ്യക്തത തുടരുകയാണ്. ബന്ധുവിന്റെ പറമ്പിൽ കൽപ്പണിക്കായി എത്തിയ യുവാവായിരുന്നു മരിച്ചതെന്ന് ജോസുകുട്ടി വാതല്ലൂർ ഓർത്തെടുക്കുന്നു. കാണാതായി കഴിഞ്ഞപ്പോൾ അയാളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാരൻ എന്ന് പറയപ്പെടുന്ന ആളുകൾ വന്ന് അവരെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അവർ വന്ന് ഇവിടെയെല്ലാം തിരഞ്ഞ് അന്വേഷിച്ചിട്ട് കാണാതെ അവർ തിരിച്ചു പോയി എന്നാണ് നമ്മൾ കേട്ടത്. പിന്നെ അവർ വന്നപ്പോൾ അവർ പറഞ്ഞു അവനിങ്ങനെ അവസ്മാരകത്തിൻ്റെ അസുഖമുള്ള ആളായിരുന്നു എന്ന് അവരിങ്ങനെ പറഞ്ഞു എന്നും കേട്ടു. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇവൻ അവസ്മാര രോഗം ഉള്ള ആളായിരുന്നു എന്നറിയുന്നത്. പിന്നെ അന്ന് മരിച്ചു കിടക്കുമ്പോഴും ഈ പറഞ്ഞതുപോലെ കമന്ന് ഒരു രീതിയിലായിരുന്നു കടന്നിരുന്നത്. ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയതോടെയാണ് നാട്ടുകാർ അന്വേഷിച്ചെത്തിയതും മൃതദേഹം കണ്ടെത്തിയതും. നടന്നു പോകുന്നുണ്ട്, ആ കൂട്ടം ഞാനും കൊണ്ട് നടന്നു പോകുന്നു. ഒരാൾ മരിച്ചിട്ട് നടന്നു പോകുന്നു. ഓടി കണ്ട് അവിടെ കവിടുന്ന് ഇങ്ങനെ കിടക്കുകയില്ലേ, കാണുമ്പോൾ കവിന്ന് കിടക്കുകയില്ലേ. ഞാൻ പരിചയമില്ല, കണ്ടിട്ടുമില്ല. കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു മൃതദേഹം. 3 ദിവസം പഴക്കമുണ്ടായിരുന്ന മൃതദേഹം ജീർണിച്ചിരുന്നു. മരിച്ച യുവാവിന് അപസ്മാരമുണ്ടായിരുന്നു എന്ന വിവരം കൂടി പരന്നതോടെ പോലീസും നാട്ടുകാരും അപകടമരണമെന്ന നിഗമനത്തിലേക്കെത്തി. മരിച്ചയാളെ തിരിച്ചറിയാൻ ബന്ധുക്കളാരും എത്താത്തതിനെ തുടർന്ന് മൃതദേഹം സംസ്കരിച്ച് കേസിലെ നടപടികൾ അവസാനിപ്പിച്ചു. അക്കാലത്ത് നിരവധി യുവാക്കൾ കൂലിപ്പണിക്കായി പാലക്കാട് നിന്നും കണ്ണൂർ, ഇരിട്ടി ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോടിന്റെ മലയോര മേഖലകളിലേക്ക് എത്തിയിരുന്നു. അതിനാൽ പാലക്കാട്, ഇരിട്ടി മേഖലകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. വിവരശേഖരണത്തിന്റെ ഭാഗമായി അന്വേഷണ സംഘം കൂടരഞ്ഞിയിലെത്തി 100-ലധികം ആളുകളുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. RDO ഓഫീസിലെ പഴയ ഫയലുകളും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. വേങ്ങരയിൽ നിന്നും തിരുവമ്പാടി സ്റ്റേഷനിലേക്ക് കൈമാറ്റം ചെയ്ത കേസ് ഇപ്പോൾ തിരുവമ്പാടി പോലീസാണ് അന്വേഷിക്കുന്നത്. മൂത്ത മകന്റെ മരണവും രണ്ടാമത്തെ മകന്റെ അപകടവും കുറ്റബോധം കൊണ്ട് വലിഞ്ഞു മുറുക്കിയതോടെയാണ് മുഹമ്മദ് അലി 14-ാം വയസ്സിൽ നടത്തിയ കൊലപാതകം ഏറ്റുപറഞ്ഞത്. മുഹമ്മദ് അലിയുടെ വെളിപ്പെടുത്തൽ സ്ഥിരീകരിച്ച പോലീസ് കേസെടുത്ത് റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, കോഴിക്കോട്.